സമരത്തിന്റെ പേരിൽ സർക്കാർ പ്രതികാരം കാട്ടുന്നുവെന്ന് ആശാ വർക്കർമാർ. എല്ലാ സെന്ററുകളിൽ നിന്നും ആശമാർ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് വന്ന് ലിസ്റ്റ് ചോദിക്കുന്നു, സമരത്തിൽ പങ്കെടുത്ത എത്ര പേരാണെന്നുള്ള ഒരു ലിസ്റ്റ് കൊടുക്കുന്നത്. അതൊക്കെ ആസൂത്രിതമായി അവരെ ഭയപ്പെടുത്താനും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം 13ാം ദിവസം. കോൺഗ്രസിന്റെ പിന്തുണ കൂടിയായതോടെ സമരം ശക്തമാക്കാൻ ആശാ വർക്കർമാർ. കൂടുതൽ നേതാക്കൾ പിന്തുണയുമായി സമരപ്പന്തലിലേക്ക്. KSRTCയിൽ സമരം ചെയ്തവർക്ക് നേരെ പ്രതികാര നടപടി. ശമ്പളം വൈകി നൽകിയാൽ മതിയെന്ന ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരമെന്ന മുന്നറിയിപ്പുമായി TDF. വികസന കുതിപ്പിനായി വൻ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. 5 വർഷത്തിനിടെ 30,000 കോടിയുടെ നിക്ഷേപം നടത്താൻ അദാനി ഗ്രൂപ്പ്. ലുലു, ആസ്റ്റർ ഗ്രൂപ്പുകളും നിക്ഷേപത്തിന് തയ്യാർ. വ്യാപാര പങ്കാളിത്തത്തിന് സന്നദ്ധരായി UAEയും ബഹ്റൈനും. ഏതു പാർട്ടി ഭരിച്ചാലും വികസനം വരണമെന്ന ചാണ്ടി ഉമ്മൻ ന്യൂസ് 18നോട്. ഇനി വേണ്ടത് ആര് ഭരിച്ചാലും ഏത് പാർട്ടി വന്നാലും വികസനമാണ്. കാരണം നമ്മുടെ ആളുകൾ നാട് വിട്ടുപോവുക, എന്നിട്ട് ലോകം മാറ്റിമറിക്കുക. ഇടുക്കി പന്നിയാർകുട്ടിയിൽ വാഹനാപകടത്തിൽ 3 മരണം. മരിച്ചത് ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരി റീനയും ഭർത്താവും ബന്ധുവും. അപകടം ഇന്നലെ രാത്രി 11 മണിയോടെ. UDFിലേക്ക് പ്രവേശന മാർഗം തേടി തൃണമൂൽ കോൺഗ്രസ്. മഹുവ മൊയ്ത്രയും ഡെറിക് ഒബ്രിയാനും കേരളത്തിൽ. PV അൻവറിനൊപ്പം പാണക്കാട്ടെത്തി തൃണമൂൽ ദേശീയ നേതാക്കൾ. സാദിഖ് അലി തങ്ങളുമായും കൂടിക്കാഴ്ച തുടരുന്നു. കാന്തപുരത്തെയും താമരശ്ശേരി ബിഷപ്പിനെയും സന്ദർശിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ PC ജോർജിന്റെ അറസ്റ്റിന് സാധ്യതയേറുന്നു. പരിശോധിച്ച് പോലീസ്. സുപ്രീം കോടതിയെ സമീപിക്കുന്നതിൽ ജോർജിന്റെ തീരുമാനം തിങ്കളാഴ്ച. കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സ് കൂട്ടമരണത്തിൽ പോസ്റ്റ്മോർട്ടം ഇന്ന്. മരണകാരണം ഇനിയും വ്യക്തമായില്ല. അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയെയും കുടുംബത്തെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാത്രി.